ആദ്യമായി നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഭരിച്ചതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ. ഈ ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു സർക്കാർ 10 കൊല്ലം ജനങ്ങൾ അവസരം തന്ന് ഭരിച്ച സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നാടിനെ നന്നാക്കി, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു, നിങ്ങൾ തന്ന അവസരങ്ങൾ, ഞങ്ങൾ തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു, അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു മര്യാദ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവസരം കൊടുത്ത് വിശ്വസിച്ച് ഒരു അവസരം തരുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ CPM സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ പ്രസ് വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? അതൊരു അഡ്മിഷനാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൻ്റെ കാരണം സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് കാശ് തന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു സമ്മറി. 10 കൊല്ലം ഭരിച്ചു, 10 കൊല്ലത്തിൽ ഇത് ഒരു ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പരാജയം കഴിഞ്ഞിട്ടും ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്ന മുമ്പ് ഇതൊരു പെട്ടെന്നൊരു ഇഷ്യൂ. ഇതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ മുമ്പോട്ട് തെളിവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ 4 ദിവസം മുമ്പേ ഞങ്ങളുടെ ക്യാമ്പയിനെ കുറിച്ച്, ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ 3 തീം, വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഇൻവിറ്റേഷൻ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നു. എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 90 ദിവസമുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല. ഇക്കോണമിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ 7 ലക്ഷം കോടി ചെലവാക്കി, അതും 7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെസീറ്റ് അതിൽ ഞാൻ ചേർത്തിട്ടില്ല. ഗവൺമെൻറ് റെസീറ്റ് ചേർത്താൽ അത് 10 ലക്ഷം കോടി, 10 കൊല്ലത്തിൽ 10 ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ. എന്നിട്ട് ഇന്ന് പറയുന്നു 12,000 കോടി കിട്ടിയിട്ടില്ല, ഈ 4 കാശ് കിട്ടിയിട്ടില്ല. അതിനും ഒരു ഉത്തരവുണ്ട്. 16,000 കോടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ചവിട്ടിവെച്ചിരിക്കുക. കേരള ലോസ്റ്റ് ഓവർ 16,000 crores ഡ്യൂ ടു നോൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ്. ഇതൊരു ഫാക്റ്റാണ്, CAG പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 10 ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തത് എന്താണ്? കിട്ടിയതെന്താണ്? ഇന്നും 54 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 6,000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും സർക്കാരിനടുത്ത് കാശില്ല. 5.5 ലക്ഷം ജനങ്ങൾക്ക് വീടില്ല. 45,000 പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നുണയിൻ്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കാര്യം മാത്രം.
തെളിവുകൊണ്ട് വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നുണ കൊട്ടാരം പൊളിക്കും. 10 കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു, 2 അവസരം തന്നു. ഇനി ദയവ് ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്, ചോദിക്കരുത്. അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് 6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 10 കൊല്ലം കേരള വീണ പതിറ്റാണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിനെ നശിപ്പിച്ച ഒരു ദശകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇപ്പോൾ കൃത്യമായി വസ്തുതയും ഡേറ്റയും തെളിവുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നല്ലോ. ഇതെല്ലാം പുറത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഈ നാടകം. അപ്പോൾ ഈ നുണ കൊട്ടാരം തകർന്നു പോകുമ്പോൾ ഞാൻ ഒരു ഡയലോഗ് മുഖ്യമന്ത്രി 2015 പറഞ്ഞ ഡയലോഗാണ്. അദ്ദേഹം അന്ന് കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞ ഡയലോഗാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല. ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇത് രണ്ടും എൻ്റെ ഡയലോഗല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡയലോഗാണ്.